ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. പുറത്ത് വിളിച്ചൊന്നും വന്നില്ല. അപ്പോൾ ജനലൊക്കെ തുറന്ന് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കാൻ വന്നത് ദിയമൊക്കെ ഇന്ന് ഫുഡ് ഫെസ്റ്റ് ആയതുകൊണ്ട് ഞാനൊരു കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. അതിനുള്ള മാവൊക്കെ റെഡിയാക്കി ഇതുപോലെ കുക്കറിൽ ഒഴിച്ചു കൊടുത്തു. ദെൻ അതിന് ശേഷം ഇച്ചിരി നേരം തിളച്ച് കഴിഞ്ഞ് കുക്കറൊക്കെ ഇതുപോലെ ആക്കിയിട്ട് ഇത് റെഡിയായി കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ അടുത്ത പരിപാടിക്ക് പോയത്. കാരണം ഇത് അടുക്കി പിടിച്ച് പോവുമോ കരിഞ്ഞു പോവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഇന്ന് അരി പൊങ്ങിച്ചതും മീൻ കറി ആക്കാമെന്ന് വെച്ചു. മീനുണ്ടായിരുന്നു, മീൻ കഴുകി വെട്ടി മുറിച്ചിട്ടുണ്ടായിരുന്ന മീനായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മീൻ കറി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവോള വഴറ്റുന്നുണ്ട്. ദെൻ പിന്നെ അരി പൊങ്ങിക്കാൻ വേണ്ടിയിട്ട് കുക്കർ ഒഴിവില്ലല്ലോ, അതുകൊണ്ട് കുക്കർ ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ബിരിയാണി പോട്ടിലാട്ടോ അതാക്കുന്നത്. അപ്പം ഞാൻ വെള്ളമെല്ലാം ഒഴിക്കുന്ന തിരക്കോ അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി കുറച്ചധികം വെക്കുന്നുണ്ട്. കാരണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്കിന്തിയൊക്കെ ഞാൻ ഇത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൂടി ആയതുകൊണ്ടാണ് ഇതാക്കുന്നത്. പിന്നെ മീൻ കറി ആയതുകൊണ്ട് അതും കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ആദ്യം കറി മുട്ട റോസ്റ്റ് ആക്കാമെന്ന് വെച്ചത്, പക്ഷെ നോക്കുമ്പോഴേക്ക് തക്കാളിയൊക്കെ തീർന്നു. അപ്പോൾ മീനിന് ഞാൻ പുളിയൊക്കെ വെച്ച് സവാളയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഇട്ട് കൊടുത്തു. പച്ചരിയാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണൂരാണ് അരി പൊങ്ങിച്ചതെന്ന് പറയുക. അരി പൊങ്ങിച്ചതെന്ന് പറയുമ്പോൾ ഉള്ളി വഴറ്റി അതിലേക്ക് അരി ഇട്ട് കൊടുത്ത് അതേപോലെ അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണയില വഴറ്റുക കേട്ടോ. ഒന്നും ഇടാതെ, അതായത് ഏലക്കായ ഒന്നും ഇടാണ്ട് അരി പൊങ്ങി വേവിക്കുന്നതിനെയാണ് അരി പൊങ്ങിച്ചത്. അപ്പോൾ അത് എൻ്റെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കലത്തപ്പം കട്ട് ചെയ്തിട്ട് അവളെ ബോക്സിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഇതുപോലെ കട്ട് ചെയ്തു. പിന്നെ ബാക്കി എനിക്ക് ഫുഡ് എടുത്ത് വെക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനൊന്നും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം ചെയ്തായിരുന്നു. ദിയമോളെ പിന്നെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ദിയമോളെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഞാനും പെട്ടെന്ന് ഒരുങ്ങി ചായ കുടിച്ചു. ഇന്ന് നേരത്തെ ഇറങ്ങണം, അതായത് ഹസ്ബൻഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാനുള്ളതുകൊണ്ട് ഇവിടെ 7:30 ആകുമ്പോൾ ഇറങ്ങേണ്ടതുകൊണ്ട് എല്ലാം പടയെന്നാക്കി വെച്ചു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേയിലേക്ക് പോകട്ടെ ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ പോകും. പിന്നെ അവിടെ വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് അവളെ ടിഫിനിലൊക്കെ വെച്ചു. അവളും ഏകദേശം ആ ടൈമിൽ തന്നെയാണ് ഇറങ്ങുക. അപ്പോൾ അവളോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു. നമ്മളിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ